വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 10, 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നിർഭയം സാക്ഷ്യം നൽകുക. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിലെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. യേശു ശിഷ്യന്മാർക്കായി നൽകിയ ഉത്തേജക വചസ്സുകൾ. സമൂഹ മധ്യത്തിലേക്ക് പ്രവർത്തനങ്ങൾക്കായി അയച്ച തന്റെ ശിഷ്യന്മാരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രചോദനവും ഉന്മേഷവും ആത്മധൈര്യവും പകർന്നുകൊണ്ട് യേശു അവരോട് സംസാരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം. യേശു അവരോടായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്താൻ ഇടവരണം. അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടെ നിങ്ങൾ നിർവഹിക്കാൻ ഇടവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു ഭീഷണിയോ നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമോ പ്രതികരണങ്ങളോ നടത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും നഷ്ടധൈര്യരാകേണ്ടതില്ല എന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ശാരീരികമായി നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളിൽ അവർ ഏർപ്പെട്ടാലും നിങ്ങൾ അന്ധാളിക്കേണ്ടതില്ല. നിങ്ങളുടെ ആത്മാവിന്റെ പരിശുദ്ധി ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ നിങ്ങൾ ജാഗരൂകരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ സത്യം സമയത്തിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രതിബദ്ധതയും പുലർത്തുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം, നിങ്ങൾക്കാവശ്യമായ പരിപാലന നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്കായിട്ട് ഒരുക്കും എന്നുള്ളത് യേശു ഉറപ്പ് കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. ഈ ഉറപ്പ് ശിഷ്യന്മാർക്ക് മാത്രമല്ല, ശിഷ്യന്മാരുടെ പിൻതലമുറക്കാർക്കും അവരുടെ വാക്കുകൾ കേട്ട് അവരിൽ നിന്ന് വിശ്വാസം പങ്കുപറ്റിയിരിക്കുന്ന ഇന്നത്തെ തലമുറയിലുള്ള യേശുവിന്റെ മക്കൾക്കും നമുക്ക് ഓരോരുത്തർക്കും അത് അന്വർത്ഥമായിട്ടുള്ള യേശു നൽകുന്ന ഉറപ്പായിട്ട് നമുക്ക് കരുതാം.